ഹായ് ഹലോ, അബീസ് അക്വേവേഡിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്നൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം. ഇത് തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ, ഇന്നൊരു അക്വേറ്റിക് വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, ഇവിടെ കഴക്കൂട്ടം ടെക്നോ പാർക്കിന് ഓപ്പോസിറ്റായി മെറീൻ അക്വേവേഡിൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ട്. ഞങ്ങളിന്നവിടെ പോയിരുന്നു. വളരെ ഭംഗിയായിട്ട് അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പല തരത്തിലുള്ള മീനുകളെ കാണാൻ പറ്റി. എല്ലാം സീ ഫിഷസ് ആണ്, പല വെറൈറ്റി. ദേ അഭിമാനൊക്കെ ഉണ്ടോ? അവൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഓടി നടന്ന് കാണുമായിരുന്നു കുഞ്ഞ്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല, അവരവിടെ റെഫർ ചെയ്തിട്ടുമില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ. എന്തായാലും കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ ഇവരെ. ഒരുപാട് സമയം ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചു. കണ്ടിട്ടും മതിയാവുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി തുടിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. അവരുടെ ആ ചിറകുകളും ആ വാലും അവരുടെ ആ പാറ്റേൺസൊക്കെ എന്ത് രസമാണെന്നറിയോ. ഇത് പാരറ്റ് ഫിഷാന്ന് തോന്നുന്നു. മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഏതെങ്കിലും ഷോയിലായിരിക്കാം. നോക്കിയേ, നമ്മളെ തന്നെ നോക്കി നിൽക്കും അവൻ. ഇതേ അടുത്ത മറ്റൊരു വെറൈറ്റി വരുന്നുണ്ട്. നല്ല രസമല്ലേ, ഒരു കുഞ്ഞൻ. ഇത് ബഫർ ഫിഷ്, അതും പല വെറൈറ്റി ഉണ്ട്. വളരെ ശാന്തമായ അവർ നീന്തുന്നേ, എന്നാലും അപകടകാരികളാണെന്നാണ് അറിവ്. ഇവൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. നോക്കിയേ, മെല്ലെ മെല്ലെ നമ്മളെ നോക്കി വരുന്നേ. വളരെ ഭംഗിയായിട്ടുണ്ട്. കണ്ടിട്ടും മതിയാവുന്നില്ല. ഞങ്ങൾ ഒരുപാട് സമയം അവിടെ നിന്നു. ഓരോ മീനുകളും എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അവരുടെ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ കണ്ടെന്നൊക്കെ എന്ത് രസമായിരുന്നെന്നറിയോ. നിങ്ങളും ഇത് പോയി കാണണം കേട്ടോ. നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. കുറേ സമയം നമുക്കവിടെ ചെലവഴിക്കാൻ കഴിയും. ദേ വേറൊരു വെറൈറ്റി. ഇതും ബഫർ ഫിഷിൻ്റെ ഇനത്തിൽ പെട്ടെന്ന് തോന്നുന്നു. ദേ അടുത്തൊരു സെക്ഷനിലേക്ക് ഞങ്ങളെത്തി. എന്ത് രസമാണ് ഇതുങ്ങളെ കാണാൻ. ഇതാരാന്ന് മനസ്സിലായോ? അവിടെയുള്ളതിൽ വലിയ ആളാണ്. ഇച്ചിരി വില കൂടിയ പുള്ളിയാന്ന് തോന്നുന്നു. ഇത് കണ്ടോ, എന്ത് രസമാണ് അവരൊഴുകുന്ന കാണാൻ. ഞങ്ങൾ വീണ്ടും ഇവൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട് ഈ അരാപ്പിയമ്മകൾക്ക്. വളരെ ശാന്തമായി അവരങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി തുടിക്കുകയാണ്. ദേ അവിടെ ടണലിനകത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. ഷാർക്കും പിന്നെ പേരറിയാത്ത കുറേ മീനൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണ്. കടനടിയിൽ കാണുന്ന മത്സ്യങ്ങളെയെല്ലാം നമുക്ക് ഇങ്ങനെ തൊട്ടടുത്തായി കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അവൻ ഞാൻ ചിറക് വിരിച്ച് പോകുന്ന കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. എന്ത് നീളം അവൻ്റെ വാലിന്. ഇവരെല്ലാം നമ്മുടെ തലയ്ക്ക് മീതെ കൂടെ എങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നത്. ടണലിനകത്താണ് ഇവരെല്ലാവരും. ദേ മറ്റു കുറച്ച് വെറൈറ്റീസ്. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കിവിടെ ചെന്നപ്പോൾ.
ടി വിയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഇവരെല്ലാം ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ലൈവായി കാണാൻ പറ്റുക ശരിക്കും ത്രില്ലിങ്. ഇത് നമ്മുടെ ടെട്രാസ്. ഉഫ്, അവിടെ നിറയെ ഇവരായിരുന്നു. എന്ത് രസമായിരുന്നു അതിനുള്ളിൽ നടക്കുന്നു പോകാൻ. ശരിക്കും ഭംഗിയുണ്ട്. ഇതേ അടുത്ത ടണലിലെത്തി. അവിടെയും വേണ്ട കുറേ ചങ്ങാതിമാർ. എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന് നീന്തി തുടിക്കുക. അതിനുള്ള സ്പേസ് ഉണ്ട് അവർക്കവിടെ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഓരോരോ സെക്ഷനായി അവർ തിരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഏഞ്ചൽ ഫിഷിലെ ഓർമ്മ വരുന്നത്. അതേ ഷേപ്പല്ലേ. നീ നോക്കി കുറേ കുഞ്ഞന്മാർ കൂട്ടം കൂടി നിൽക്കുന്നേ. ഇപ്പോൾ ടണൽ കഴിഞ്ഞു കേട്ടോ. ഇതവർ സൈഡിലേക്ക് ചുമരിലേക്കാണ് അവരിത് ചെയ്തിരിക്കുന്നത്. നീ നോക്കി, ഭീകരന്മാരാന്ന് തോന്നുന്നു. പേടി തോന്നുന്നു കണ്ടിട്ട് തന്നെ. തുറിച്ചു നോക്കുന്നുണ്ട് ചെല്ലുന്ന എല്ലാവരെയും. പല്ല് കണ്ടോ, നല്ല ഷാർപ്പാ. ദേ അടുത്ത കുറച്ച് വെറൈറ്റീസ്. നല്ല രസമുണ്ടല്ലേ. കുറേ സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ കഴിയും. ഇവരെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. എന്ത് രസമാണെന്ന് പറയും ഇങ്ങനെ കൂട്ടത്തോടെ അവർ നിൽക്കുന്ന കാണാൻ. ഭയങ്കര ഭംഗിയാണ്. ദേ ഇത് ഒക്ടോബസ്. നമ്മുടെ ഈ സൈഡിൽ ഫുള്ള് സ്റ്റാർ ഫിഷ്, ഈൽസ്, ലോബ്സ്റ്റർ അങ്ങനെയുള്ള മീനുകളൊക്കെ. അടുത്തിന് പുതിയൊരാളെ പരിചയപ്പെടാം. ദേ കണ്ടില്ലേ, ഒരു സ്ക്യൂബ ഡൈവർ. ആളതിനകത്ത് അങ്ങനെ നീന്തി നീന്തി കളിക്കുക. അബി ആളായിട്ട് കുറേ നേരം ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അബിയോട് വർത്താനം പറയാം. ദേ ഹാർട്ടെല്ലാം കാണിക്കുന്നു. അബിക്കുട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ബഹളം വെക്കുക. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ഇനിയൊരു പുതിയൊരാൾ. ഇതൊരു റോബോട്ടിക് ഡോഗാണ്. അബിയുടെ കൂടെ ആയിരുന്നു കളി ഫുള്ള്. അബി ചാടാൻ പറയുമ്പോൾ ചാടുന്നുണ്ട്, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല അനുസരണയുള്ളൊരു ഡോഗ്. ആൾ റോബോട്ടാണ്. അബിയുടെ കൂടെ ഓടുവാണ്. സ്റ്റെപ്പ് മാത്രം കയറുന്നില്ലായിരുന്നു. അബി സ്റ്റെപ്പ് കയറാൻ പറയുമ്പോൾ തല കുലുക്കി ഇല്ലാന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അബി സ്റ്റേ പറയുമ്പോൾ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഷേക്കൻ്റെ കൊടുക്കാൻ പറയുമ്പോൾ ഷേക്കൻ്റെ കൊടുക്കും. അവൻ എവിടെ പോയാലും കൂടെ ഓടുന്നുണ്ട്. അബി ശരിക്കും എൻജോയ് ചെയ്തു. അവൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ഈ റോബോട്ടിക് ഡോഗിൻ്റെ കൂടെ ആയിരുന്നു. അവൻ ഒരുപാട് ഇഷ്ടമായി. ഇത് മാത്രമല്ല കേട്ടോ, അവിടെ നിറയെ സ്റ്റോൾസും കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചു. ഇന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. നിങ്ങളും തീർച്ചയായും പോകണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് നേരം എൻജോയ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.